നമസ്കാരം, ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മതിലകത്ത് ജലാശയങ്ങളിൽ നീർനായ ശല്യം രൂക്ഷമായി. മത്സ്യകർഷകർ പ്രതിസന്ധിയിൽ. പഞ്ചായത്തുകൾക്ക് സംസ്ഥാന സർക്കാർ നൽകേണ്ട പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിനെ LDF പ്രതിഷേധിച്ചു. കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU കൺവെൻഷൻ കയ്പമംഗലത്ത് നടന്നു. വാർത്തകൾ വിശദമായി. കാലവർഷം ശക്തമായതിനെ തുടർന്ന് മഴക്കെടുതികൾ രൂക്ഷമായി. പ്രദേശത്തെ പുഴകളും ജലാശയങ്ങളും നിറഞ്ഞു കവിഞ്ഞു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം ഉയർന്നു തുടങ്ങി. മഴ ശക്തമായതിനെ തുടർന്ന് കരുവന്നൂർ പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. ഇളത്തുരുത്ത് റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ ഉയർത്തുന്നത് മൂലം ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ഇല്ലിക്കൽ റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ ഘട്ടം ഘട്ടമായി തുറന്നു വരികയാണ്. അതിനാൽ ഇല്ലിക്കൽ റെഗുലേറ്ററിന്റെ താഴ്ന്ന പ്രദേശങ്ങളായ കാറളം, അരിമ്പൂർ, പാറളം, അന്തിക്കാട്, മണലൂർ, ചാഴൂർ, ചേർപ്പ്, താന്യം എന്നീ പഞ്ചായത്തുകളിലും പ്രദേശത്തെ കോൾപ്പടവുകളിലും ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ സമീപവാസികൾ ജാഗ്രത പാലിക്കണമെന്നും ആവശ്യമെങ്കിൽ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു. വിവിധ സ്ഥലങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിക്കാൻ ഒരുക്കമായി. ചാഴൂർ പഞ്ചായത്തിലെ കുറുമ്പിലാവ് ഗവൺമെന്റ് LP സ്കൂളിൽ തിങ്കളാഴ്ച മുതൽ ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിച്ചു. പുള്ള മനക്കൊടി റോഡിൽ വെള്ളം ഉയർന്നിട്ടുണ്ട്. മതിലകത്ത് ജലാശയങ്ങളിൽ നീർനായ ശല്യം രൂക്ഷം. മതിലകം പഞ്ചായത്തിലെ കഴുവിലങ്ങ് പ്രദേശത്ത് നീർനായ ശല്യം രൂക്ഷമായതോടെ മത്സ്യകർഷകർ കടുത്ത പ്രതിസന്ധിയിലായത്. നിരവധി കുളങ്ങളിലെ മത്സ്യങ്ങൾ നീർനായകൾ കൂട്ടമായി എത്തി ഭക്ഷിക്കുകയാണെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. കഴുവിലങ്ങ് സ്വദേശി മണക്കാട്ട പാർത്ഥസാരഥിയുടെ മത്സ്യകൃഷി നടത്തുന്ന കുളത്തിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായത്. രാത്രിയിലും പുലർച്ചെയുമാണ് നീർനായകൾ കൂട്ടത്തോടെ എത്തി മത്സ്യങ്ങളെ പിടിച്ചു തിന്നുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. വീടിനോട് ചേർന്ന് 3 മുതൽ 4 വരെ കുളങ്ങളുള്ളതിനാൽ അവിടങ്ങളിലെ മത്സ്യങ്ങളെല്ലാം ലക്ഷ്യമിട്ടാണ് നീർനായകൾ എത്തുന്നതെന്നും പാർത്ഥസാരഥി പറഞ്ഞു. ക്ലീൻ ചെയ്യുന്ന സമയത്ത് അവർക്ക് ബുദ്ധിമുട്ടാവുകയും അവർ ഈ കാര്യം പഞ്ചായത്തിനോട് അറിയിക്കുകയും ചെയ്തു, സംരംഭം പഞ്ചായത്തിനെ അറിയിക്കുകയും ചെയ്തു. അപ്പോഴൊന്നും നമ്മൾ ശ്രദ്ധിച്ചിരുന്നില്ല. ഇപ്പോൾ ഒരു 3-4 ആഴ്ചയായിട്ട് ഇപ്പോൾ നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് കുളത്തിൽ ഈ നീർനായ കാണാൻ തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏത് സമയത്താണ് വരുന്നതെന്ന് അറിയില്ല. പക്ഷെ നമ്മുടെ തൊട്ടടുത്ത കുളായൻ്റെ പേരിൽ പകൽ സമയത്ത് നമുക്ക് 2-3 വട്ടം ഇതിനെ കാണാനിടയായി. ഒരു വട്ടത് കുളത്തിൻ്റെ നടുക്ക് നിന്നങ്ങാണ്ട് നമ്മളെ നേരെ ചീറി കടിക്കാൻ വേണ്ടി വന്നു. പിന്നെ കല്ലെടുത്തെറിഞ്ഞപ്പോൾ നമ്മൾ ഒന്നിച്ച് ചാടി അപ്പുറത്തേക്ക് പോകുന്നു. ഇതിൽ നമ്മൾ 10-700 രൂപ ഡസന് വരുന്ന പെയറിന് വരുന്ന മത്സ്യങ്ങളെ കൊണ്ടുപോയിട്ടുണ്ട്. ഇതിനൊക്കെ പിടിച്ച് തിന്ന് നശിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ മീൻ വളർത്തുന്നതിൽ അർത്ഥമില്ലാതെയാവും. ഈ വിഷയം എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും നമ്മുടെ നേരെ ചീറി കടിക്കാൻ വന്നതോടുകൂടി ഞാൻ ഫോറസ്റ്റിനെ അറിയിക്കുകയും തിരുവനന്തപുരത്ത് വിളിച്ചു പറയും. അവർ വഴി ചാലക്കുടിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ആൾക്കാരോട് വരികയും ചെയ്തു. അങ്ങനെ വന്ന സമയത്ത് അവർ ഈ പരിസരമൊക്കെ ഒന്ന് പരിശോധിച്ചു. അടുത്ത ദിവസം അവർ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല, ഒരു നിലയ്ക്ക് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. സാധാരണ പുഴയായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ ഇത് വരാറുള്ളൂ, ചാലക്കുടി പുഴയിലാണ് ഇത് കൂടുതലായിട്ട് ഉണ്ടായിരുന്നതെന്ന് പറയുന്നു. എങ്കിലും ഇപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ട നിലയ്ക്ക് അവർ 2 ദിവസത്തിനുള്ളിൽ കൊണ്ട് കൂടുവയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുളത്തിൽ കുളിക്കാനോ മറ്റോ ഇറങ്ങാനോ ശ്രമിക്കുമ്പോൾ നീർനായ ചീറ്റിയടുത്ത് വരുന്ന അവസ്ഥയുമുണ്ട്. പെരുന്തോട്ടിലും സമീപ തോടുകളിലും കുളങ്ങളിലുമെല്ലാം നീർനായ പതിവായി കാണാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. വന്യജീവികളുടെ സാന്നിധ്യം വർദ്ധിച്ചതോടെ മത്സ്യകൃഷി തുടരുക തന്നെ ദുഷ്കരമായ സാഹചര്യമാണ് നിലവിലുള്ളത്. സംഭവത്തിൽ പാർത്ഥസാരഥി വനം വകുപ്പിൽ പരാതി നൽകി. തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ സജിയുടെ നേതൃത്വത്തിലുള്ള റെസ്ക്യൂ സംഘം സ്ഥലത്തെത്തി കുളങ്ങളും പരിസര പ്രദേശങ്ങളും പരിശോധിച്ചു. പ്രശ്നത്തിന് അടിയന്തര പരിഹാരമായി കുളങ്ങളിൽ കൂടുകൾ സ്ഥാപിച്ച് നീർനായകളെ പിടികൂടാനുള്ള നടപടി ഉടൻ ആരംഭിക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ നൽകേണ്ട പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിലും ഗഡുക്കൾ അനുവദിക്കാത്തതിലും പ്രതിഷേധിച്ച് UDF സർക്കാരിനെതിരെ LDF മതിലകം പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ മാർച്ച് നടത്തി. പള്ളിനടയിൽ നിന്നും ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. മുൻ MLA E.T. ടൈസൺ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. EG സുരേന്ദ്രൻ അധ്യക്ഷനായി. അനിൽ കിള്ളിക്കുളങ്ങര, TS ഗോപിനാഥൻ, VS രവീന്ദ്രൻ, PM ആൽഫ, ബേബി പ്രഭാകരൻ, വിനു തുടങ്ങിയവർ സംസാരിച്ചു.
ആഗസ്റ്റ് 19 മുതൽ 22 വരെ തൃശൂരിൽ നടക്കുന്ന ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ചന്ദ്രാപിന്നിയിൽ അഖില കേരള വടംവലി മത്സരം സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ ചന്ദ്രാപിന്നി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വടംവലി മത്സരം ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി KS റോസൽ രാജ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർപേഴ്സൺ ഷീന വിശ്വൻ അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു, ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ്, എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ്, വൈസ് പ്രസിഡന്റ് TK ചന്ദ്രബാബു, ഡിവൈഎഫ്ഐ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ധനുഷ് കുമാർ, ജില്ലാ കമ്മിറ്റി അംഗം BS ജോത്സ്ന, ബ്ലോക്ക് സെക്രട്ടറി AN നിസാർ, മേഖലാ പ്രസിഡന്റ് ലെമിൻ കണ്ണൻ, സംഘാടക സമിതി കൺവീനർ PV ഡാനിഷ്, മണികണ്ഠൻ തുടങ്ങിയവർ പങ്കെടുത്തു. 18 ടീമുകൾ പങ്കെടുത്ത വടംവലി മത്സരത്തിൽ റെഡ് കിങ് കരിയോട് 1ാം സ്ഥാനവും കിങ്സ് പറവൂർ 2ാം സ്ഥാനവും ജനശക്തി വടശ്ശേരിപ്പുറം 3ാം സ്ഥാനവും നേടി. പഞ്ചായത്ത് ഫണ്ട് വെട്ടിക്കുറിച്ച് UDF ഗവൺമെന്റിനെതിരെ LDF വലപ്പാട് ജനകീയ പ്രക്ഷോഭം നടത്തി. വലപ്പാട് മീൻചന്തയിൽ നിന്ന് തുടങ്ങിയ മാർച്ചിൽ ഗീതാ ഗോപി MLA അടക്കം 100 കണക്കിന് LDF പ്രവർത്തകർ അണിനിരന്നു. പഞ്ചായത്തിന് മുമ്പിലെ പൊതുയോഗം ഗീതാ ഗോപി MLA ഉദ്ഘാടനം ചെയ്തു. പൊതുയോഗത്തിൽ CPM വലപ്പാട് ലോക്കൽ സെക്രട്ടറി VR ബാബു അധ്യക്ഷനായി. CPI വലപ്പാട് ലോക്കൽ സെക്രട്ടറി കിഷോർ വാഴപ്പള്ളി, CPM ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു, പഞ്ചായത്ത് പ്രസിഡന്റ് PK മോഹനൻ മാസ്റ്റർ, LDF നേതാക്കളായ മധുസൂദനൻ, ഗളി ഷാജി, രാമദാസ്, രാജിഷ ശിവജി, രാജൻ പട്ടാട്ട്, ഷജിത്ത്, ജിതേന്ദ്ര ബാബു, മോഹൻദാസ്, സുജിന്ത് പുല്ലാട്ട്, ഉണ്ണികൃഷ്ണൻ, സീന കണ്ണൻ എന്നിവർ സംസാരിച്ചു. കേരളം ഭരിക്കുന്നത് 10 വർഷത്തിന് ശേഷം കോൺഗ്രസ് എന്താ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ചരിത്രത്തിൽ ആദ്യമല്ലേ പഞ്ചായത്തുകൾക്ക് ഫണ്ട് വേണമെന്നൊരു സമരം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്? എന്തിനാ ഞങ്ങൾ ഈ സമരം നടത്തുന്നത്? എന്തുകൊണ്ടാണ് ഈ സമരം ഈ പ്രതികൂല കാലാവസ്ഥയിലും ഞങ്ങൾ നടത്താൻ വരുന്നത്? ഇങ്ങനൊരു സംഭവം ഈ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ഈ അടുത്ത കാലത്ത്. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ നടപടികളിലെല്ലാം തന്നെ വേറിട്ടുള്ള ചിത്രങ്ങളാണ് സഭയ്ക്കകത്ത് കണ്ടത്. മനസ്സിലായ ഒരൊറ്റ വസ്തുതന്റെ പ്രിയമുള്ളത്, 10 വർഷത്തിന് ശേഷം കിട്ടുന്ന അധികാരമല്ലേ, എന്തും ചെയ്യാമെന്നുള്ള ധാർഷ്ട്യം കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശന് വന്നിരിക്കും. ഏതു കാര്യം പറഞ്ഞാലും ഏതു നിലയിൽ ബഹുമാനപ്പെട്ട CM നിയമസഭയ്ക്ക് എണീറ്റാൽ ഈ വിരലുകൾ ചൂണ്ടി വെല്ലുവിളി ആക്രോശത്തോടുള്ള വാക്കുകൾ അദ്ദേഹത്തിന്റെ പ്രസന്റേഷൻ കേരള ജനത കൃത്യമായി കണ്ടിട്ടുണ്ട്. കഴിമ്പ്രം വാഴപ്പള്ളി ക്ഷേത്രത്തിൽ പൾസ് തെറാപ്പി ക്യാമ്പിന് തുടക്കമായി. ഗീതാ ഗോപി MLA ഉദ്ഘാടനം ചെയ്തു. കഴിമ്പ്രം വാഴപ്പള്ളി ക്ഷേത്ര ഭരണസമിതിയുടെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സൗജന്യ പൾസ് തെറാപ്പി ക്യാമ്പ് നാട്ടിക MLA ഗീതാ ഗോപി ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കമ്പാനിയോ കമ്പനിയുമായി സഹകരിച്ച് ക്ഷേത്ര ഭരണസമിതി സംഘടിപ്പിക്കുന്ന ക്യാമ്പ് ഓഗസ്റ്റ് 2 മുതൽ ഓഗസ്റ്റ് 20 വരെയാണ് നടക്കുന്നത്. ക്ഷേത്ര ഹാളിൽ ചേർന്ന ഉദ്ഘാടന ചടങ്ങിൽ ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് V ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ക്ഷേത്ര വനിതാ കമ്മിറ്റി അംഗം ശാന്ത ജയപ്രകാശൻ, സെക്രട്ടറി രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പൾസ് തെറാപ്പിയുടെ വിവിധ ഗുണങ്ങളെക്കുറിച്ചും ആരോഗ്യപരമായ പ്രാധാന്യത്തെക്കുറിച്ചും കമ്പാനിയോ പ്രതിനിധി രഞ്ജിത്ത് ക്ലാസ് നയിച്ചു. ഓഗസ്റ്റ് 2 മുതൽ ഓഗസ്റ്റ് 20 വരെയാണ് ക്യാമ്പ്. ആദ്യ ദിനം വൈകിട്ട് 5 മണി വരെ നീണ്ടുനിന്ന ക്യാമ്പിൽ 150-ലധികം ആളുകൾ പങ്കെടുത്തു. ക്ഷേത്രം കമ്മിറ്റി അംഗങ്ങളും വനിതാ വിംഗ്, യൂത്ത് വിംഗ് പ്രവർത്തകരും ക്യാമ്പിന്റെ സുഗമമായ നടത്തിപ്പിന് നേതൃത്വം നൽകി. ക്ഷേത്രത്തിന്റെ ഭരണസമിതി അംഗങ്ങൾക്ക് അങ്ങനെ ഒരു വലിയൊരു ഉദ്ദേശം, അങ്ങനെ ഒരു മനസാക്ഷിത്വം ഉണ്ടായിരുന്നില്ല. ആദ്യം ഞാൻ അഭിനന്ദിക്കുക. ഏത് രംഗത്തും നമുക്ക് ഉയർന്നു പോകാം, ഏത് പ്രവൃത്തിയും നമുക്ക് ശക്തമായി നേടാം, എല്ലാം നേടിയെടുക്കാം നമ്മുടെ ഹൃദയം മനസ്സൊക്കെ പറയുന്നത്. പക്ഷെ അതിന് നമുക്ക് ആദ്യം എന്ത് വേണം? ആരോഗ്യം. ആയുർവേദം ആരോഗ്യത്തെ സംരക്ഷിക്കും എന്ന് പറയുമ്പോൾ പല രീതിയിലും അതിനെ നമുക്ക് ഉദ്ദേശ ലക്ഷ്യങ്ങളോട് നമുക്ക് പക്ഷേ ഈ കർക്കിടക മാസം നമുക്ക് ഏതൊക്കെ തന്നെ, ഞാനൊക്കെ എൻ്റെ മുത്തശ്ശി, എൻ്റെ അമ്മൂമ്മ എന്നെ എടുത്ത് വളർത്തിയാണ്. ഞാൻ കാറൊക്കെ കുത്തിയത് എൻ്റെ അമ്മൂമ്മയുടെ അടുത്താണ്. പക്ഷെ ഞാൻ ആ സമയത്തൊക്കെ എനിക്ക് ഓർമ്മ വയ്ക്കുന്ന സമയത്തൊക്കെ ഈ സമയത്തൊക്കെ അമ്മൂമ്മ ചെയ്യുന്നൊരു കാര്യം വെച്ചാൽ അമ്മ 5 മണി 4 മണിയുടെ ഉള്ളിൽ എടുക്കും. എണീറ്റ വശം അമ്മൂമ്മ തൈലെടുക്കും, കുഴമ്പിടും. പിന്നെന്താ ധനന്തരം തൈലം ഒരു റെഡ് കളറാണ്, അത് അടുപ്പത്ത് കൊണ്ടേ ചൂടാക്കുമ്പോൾ അത് നല്ല രീതിയിലൊന്നും.
നാട്ടിക ലയൺസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും സർവീസ് പ്രൊജക്ടുകളുടെ ഉദ്ഘാടനവും നടന്നു. നാട്ടിക ശ്രീനാരായണ ഹാളിൽ ചേർന്ന യോഗത്തിൽ ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ KM അഷറഫ് മുഖ്യാതിഥിയായിരുന്നു. പവിത്രൻ ഇയാനി അധ്യക്ഷനായി. ഡോക്ടർ ജ്യോതി NS റിപ്പോർട്ട് അവതരിപ്പിച്ചു. സർവീസ് പ്രൊജക്ടുകളുടെ ഉദ്ഘാടനം ക്യാബിനറ്റ് സെക്രട്ടറി ബാലകൃഷ്ണൻ നിർവഹിച്ചു. മാധവ മേനോൻ, രാമകൃഷ്ണൻ AP, പീതാംബരൻ രാരമ്പത്ത്, പ്രശാന്ത് മേനോത്ത്, ബൈജു EJ, റിം സക്കറിയ, പ്രേംലാൽ ഇയാനി, ദിനേശ് വെള്ളാഞ്ചേരി, സുന്ദരൻ CR, ഉണ്ണികൃഷ്ണൻ MK, വിജയരാഘവൻ, കൃഷ്ണൻ ENR തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജ് ഫോറൻസിക് സർജൻ പ്രൊഫസർ ഡോക്ടർ ഹിതേഷ് ശങ്കർ, നാട്ടികയിലെ മികച്ച കർഷകനുള്ള അവാർഡ് നേടിയ പാടത്തിപ്പറമ്പിൽ തിലകൻ, JEE പരീക്ഷയിൽ 2ാം റാങ്ക് നേടിയ വൈഷ്ണവ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പുതിയ ഭാരവാഹികളായി വാസൻ കോഴിപ്പറമ്പിൽ പ്രസിഡന്റ്, ശശിധരൻ CS സെക്രട്ടറി, TU സുഭാഷ് ചന്ദ്രൻ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. സുപ്രീം കോടതി പറഞ്ഞത് ഒരു വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള അതിന് ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ വീട്ടമ്മയാണ്. ഒരു വനിത സ്വയം പര്യാപ്തതയിലേക്ക് എത്തുമ്പോൾ ആ കുടുംബം മാത്രമല്ല സ്വയം പര്യാപ്തതയിലേക്ക് എത്തുന്നത്, ആ സമൂഹം കൂടിയാണ്. ഒരു വനിതയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു കുടുംബിനിയെ സംബന്ധിച്ച് രാവിലെ നമ്മളെല്ലാവരും എഴുന്നേൽക്കുമ്പോൾ അതിനേക്കാൾ നേരത്തെ എഴുന്നേൽക്കുന്നു, വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു, കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുന്നു, മക്കൾക്ക് സ്കൂളിൽ പോകാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നു, അല്ലേ? അത് കഴിഞ്ഞ് അവർ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ 9 മണിയാകുമ്പോഴേക്കും ജോലി സ്ഥലത്തേക്ക്, സ്കൂളിലെ ടീച്ചറാണെങ്കിൽ ടീച്ചർ ജോലി അത് ചെയ്യാനായിട്ട് അവരെല്ലാവരും എത്തുന്നു. വൈകുന്നേരം വരുന്നു, വീണ്ടും മക്കളുടെ കാര്യത്തിലേക്ക് കടക്കുന്നു. എല്ലാവരും വൈകുന്നേരം ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങിയതിന് ശേഷം കിടന്നാൽ പോലും അവരൊരു പക്ഷേ കിടന്നിട്ടുണ്ടാവില്ല. തെക്കഞ്ചേരി പുളിക്കൽ ശ്രീ ധർമ്മശാസ്ത്ര കാഞ്ഞിരച്ചൂട് ക്ഷേത്രത്തിലെ ക്ഷേത്ര സംരക്ഷണ വികസന പ്രവർത്തനത്തിന്റെ ധനശേഖരണാർത്ഥം നടത്തുന്ന സമ്മാന കൂപ്പണിന്റെ വിതരണ ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും നടന്നു. ആവണങ്ങാട്ടിൽ കളരി രഘുരാമ പണിക്കർ ഭദ്രദീപം തെളിയിച്ച സമ്മാന കൂപ്പണിന്റെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ശശി പ്ലാക്കൽ ആദ്യ കൂപ്പൺ ഏറ്റുവാങ്ങി. ക്ഷേത്ര പ്രസിഡന്റ് മണികണ്ഠൻ കൊട്ടാരത്തിൽ, സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ വടക്കുംതുള്ളി, ട്രഷറർ രജീഷ് തട്ടാരപുരയ്ക്കൽ, വൈസ് പ്രസിഡന്റുമാരായ ബാബുരാജ് പൂക്കാട്ട്, ഹരിദാസ് പൂക്കാട്ട്, ജോയിന്റ് സെക്രട്ടറിമാരായ അശ്വത് പുള്ള്, അരവിന്ദാക്ഷൻ ആലത്തി എന്നിവരും മാതൃസമിതി പ്രവർത്തകരും ഭക്തജനങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. കാഞ്ഞിരച്ചൂട് ക്ഷേത്രത്തിന്റെ വിപുലീകരണത്തിന്റെ ഭാഗമായിട്ട് കുറച്ച് സൗകര്യം കൂടി വേണമെന്നുള്ളത് കണക്കിലെടുത്തുകൊണ്ട് കുറച്ച് സ്ഥലം കൂടി ക്ഷേത്രത്തിലേക്ക് വാങ്ങിക്കാനായിട്ട് പോകുന്ന ഈ സമയത്ത് അതിൻ്റെ ഒരു ധനശേഖരണാർത്ഥം കൂടിയായിട്ട് ഇവിടെ നടക്കുന്ന ഈ കൂപ്പൺ ഉദ്ഘാടനം, ഇതിൻ്റെ ചടങ്ങ് നടക്കാൻ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം ഇപ്പോൾ നടന്നു കഴിഞ്ഞു. ഇതിൻ്റെ ഉദ്ദേശം ഇതാണെന്ന് നേരത്തെ പ്രസിഡന്റ് പറഞ്ഞു. എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ, എല്ലാവരുടെയും സഹായ സഹകരണത്തോടു കൂടിയിട്ട് ആ സ്ഥലം ക്ഷേത്രത്തിൻ്റെ കൈവശം വന്ന് ക്ഷേത്രത്തിൻ്റെതായ ആവശ്യങ്ങൾക്കായിട്ട് സ്ഥലത്തിൻ്റെ പരിമിതി നല്ലോണം ഉണ്ട്. ഞാനതിൻ്റെ അവസരങ്ങളൊക്കെ ഇവിടെ വന്നപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചു. ക്ഷേത്രത്തിന് നിന്ന് തിരിയാൻ പറ്റാത്തൊരു സ്ഥലത്ത് കുറവുണ്ട് ശരിക്കും അവിടെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കട്ടെ, അതിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നതോടൊപ്പം. ഇടവേള. ന്യൂ ചെന്നൈ ഷോപ്പിംഗ് വീട്ടുപകരണങ്ങൾ കോതുകുളം അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ. ഏതെടുത്താലും 189 രൂപ മാത്രം. ടോയ്സ് ഗിഫ്റ്റ്സ്, ടെഡി ബെയർ, ലേഡീസ് ഹാൻഡ് ബാഗ്, ടെഡി ബാഗ്, സ്കൂൾ ബാഗ്, സ്റ്റീൽ പാത്രങ്ങൾ, അലൂമിനിയം പാത്രങ്ങൾ, ഇൻഡോലിയം പാത്രങ്ങൾ, മറ്റു വെറൈറ്റികൾ, പ്ലാസ്റ്റിക് ഐറ്റംസ്, വാൾ ക്ലോക്ക്, ചെരുപ്പുകൾ തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങൾ വെറും 189 രൂപ മാത്രം. വിലക്കുറവിന്റെ ഷോപ്പിംഗ് മാമാങ്കം അനുഭവിച്ചറിയുവാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ. ന്യൂ ചെന്നൈ ഷോപ്പിംഗ് വീട്ടുപകരണങ്ങൾ കോതുകുളം അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ ഓഗസ്റ്റ് 4 വരെ മാത്രം. വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം. ശ്രാവണം 2026 ഇത്തവണയും ഓണാഘോഷത്തിന് മാറ്റുകൂട്ടാൻ ശ്രാവണം അരങ്ങിലെത്തുകയാണ്. തിരുവാതിര, കൈകൊട്ടികളി, ഓണപ്പാട്ട്, സിനിമാറ്റിക് ഡാൻസ്, നാടൻപാട്ട് തുടങ്ങി മറ്റ് ഓണാഘോഷ ഗ്രൂപ്പ് കലാപരിപാടികൾ അവതരിപ്പിക്കാൻ താൽപ്പര്യമുള്ളവർ വിളിക്കുക 80895
10449. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാടാനപ്പള്ളി തൃപ്രയാർ ഷോറൂമുകളിൽ മൺസൂൺ ഓഫർ. എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ ഗൃഹോപകരണങ്ങൾ സമ്മാനമായി ലഭിക്കുന്നു. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 1,00,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 23 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES അഫിലിയേറ്റഡ് ടു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള, AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA കോഴ്സുകളോടൊപ്പം ഈ അധ്യയന വർഷം മുതൽ ഡിഗ്രിക്കൊപ്പം പ്രൊഫഷണൽ സ്കിൽസും ജോലിയും നേടാൻ സാധിക്കുന്ന ആഡ് ഓൺ കോഴ്സുകൾ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവ നാട്ടികയുടെ മണപ്പുറത്തിൽ NES കോളേജിൽ മാത്രം. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. ഫോൺ 9745782120, 048724022020. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്. 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ, 3 പീടിക. കുട്ടിക്കാലത്ത് എന്ത് ചെയ്യണം? മാവേലെറിയാൻ പോണം, മൂടി പുതച്ചുറങ്ങണം, സ്കൂളിൽ പോണം. പണ്ടേ നമ്മൾ മലയാളികൾ സ്കൂളിൽ പോയിരുന്നു. നാടിനൊരു ആപത്ത് വന്നാൽ നാട് വിടും, കട്ടിൽ നിന്ന് നടിക്കും, കട്ടയ്ക്ക് നിന്ന് നേരിടും. നമ്മൾ മലയാളികളുടെ വിഷൻ എന്നും വലുതായിരുന്നു. അതിപ്പോൾ ഹൈസ്പീഡ് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റിയുടെ കാര്യത്തിലായാലും 41 ലക്ഷത്തിലധികം ഡിജിറ്റൽ TV ബ്രോഡ്ബാൻഡ് ഉപഭോക്താക്കൾ, 7000-ലധികം ഓപ്പറേറ്റർ പാർട്ണർമാർ, 2 പതിറ്റാണ്ടിന്റെ വിശ്വാസം. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ്. കേരള വിഷൻ, കേരളത്തിന്റെ വലിയ വിഷൻ. വാർത്തകൾ തുടരുന്നു. എടമട്ടം വെസ്റ്റ് ബീച്ച് റോഡിന് വടക്ക് പുതുതായി രൂപീകരിച്ച എടമട്ടം മൈത്രി റോഡ് റെസിഡൻസ് അസോസിയേഷൻ പൊതുയോഗം നാട്ടിക MLA ഗീതാ ഗോപി ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസിഡന്റ് VG സേവ്യ അഭിരാമൻ മാസ്റ്റർ അധ്യക്ഷനായി. മൈത്രി റോഡിന്റെ പ്രശ്നങ്ങൾ MLAയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ആരോഗ്യ പാലിയേറ്റീവ് രംഗത്ത് സേവനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർ ഋഷിൻ സുമൻ, മൈക്രോബയോളജി PhD ജേതാവും CMFRI ടെക്നിക്കൽ ഓഫീസറുമായ ഡോക്ടർ സജീന, ജിജിൽസു മാർഷൽ ആർട്ടിസ്റ്റ് സൗത്ത് ഏഷ്യ റീജിയണൽ മത്സരത്തിൽ ഇന്ത്യയിൽ 2ാം സ്ഥാനം നേടിയ മുഹമ്മദ് ഷിഫാൻ, റിട്ടയർഡ് ജില്ലാ ഫയർ ഓഫീസർ ശശിധരൻ ചോലയിൽ എന്നിവരെ ആദരിച്ചു. മെമ്പർമാരുടെ മക്കളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ മൊമന്റോ നൽകി ബ്ലോക്ക് മെമ്പർ അജ്മൽ ഷെരീഫും വാർഡ് മെമ്പർ അനിത ത്രിദീപ് കുമാറും അസോസിയേഷൻ ഭാരവാഹികളും ആദരിച്ചു. ഡോക്ടർ ഋഷിൻ സുമൻ ആരോഗ്യ പാലിയേറ്റീവ് രംഗത്തെ വിഷയങ്ങളെ സംബന്ധിച്ച ക്ലാസ് നടത്തി. സെക്രട്ടറി VR മോഹൻദാസ്, ട്രഷറർ രഘുലാൽ വടക്കുംചേരി, ഭാരവാഹികളായ ബാബുരാജ് മേൽവീട്ടിൽ, സലീം പള്ളിത്തോട്ടുങ്ങൽ, നവീൽ രാജ് കൊട്ടുക്കൽ, യതീന്ദ്രദാസ് കാരയിൽ, ബിനോയ് ചോലയിൽ, രംഗരാജ് കൊട്ടുക്കൽ, സുകുമാരൻ വടക്കുംചേരി,
ധർമ്മദാസ് മുത്തേഴത്ത്, ശ്രീജിത്ത് മാമ്പുള്ളി, രാജേഷ് കൊട്ടുക്കൽ, മുബാരക് പള്ളിത്തോട്ടുങ്ങൽ, ഹമീദ് പോക്കാക്കില്ലത്ത്, വിജയൻ നെറ്റിക്കോട്, വൈസ് പ്രസിഡന്റ് ഫൈസൽ പുതിയ വീട്ടിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇതിൽ പല രീതികളിലും ഓരോ വിഷയങ്ങളാണ്. അധ്യക്ഷൻ സൂചിപ്പിച്ച ഓരോ വാക്കുകളും ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ഒരു നാടിൻ്റെ നട്ടെല്ല് എന്ന് പറഞ്ഞാൽ ജനം ആഗ്രഹിക്കുന്നത് ഒന്ന് മാത്രമാണ്: കുടിക്കാൻ ഇത്തിരി വെള്ളം, തലചായ്ക്കാൻ ഒരിടം, നടക്കാൻ ഒരു റോഡ്. അതിലുപരി ആഗ്രഹിക്കുന്ന ഒരു ജനത ഒരു പക്ഷേ പല രീതികളിലും നമ്മളോട് പറയും. പക്ഷെ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്തിനാണ് എന്ന് വ്യക്തമായി ബോധ്യപ്പെടും. ഇത്രയും ജനങ്ങളുടെ സംഘടിതമായ ഒരു അസോസിയേഷൻ. അതുകൊണ്ട് തന്നെ മുൻ മന്ത്രിയും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലീഡർ കൂടിയായിട്ടുള്ള കൃഷ്ണൻ കണിയാമ്പറമ്പലിൻ്റെ പേര് കൊണ്ടെടുത്ത് പറഞ്ഞു. അദ്ദേഹം ഈ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ MLA ആയി മന്ത്രിയായി പ്രവർത്തിക്കുന്ന കാലഘട്ടം ഞാനന്ന് മുനിസിപ്പാലിറ്റിയിലെ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ. പക്ഷേ വളരെ ദീർഘവീക്ഷണത്തോടുള്ള പ്രവർത്തനം ഞാനും എന്നും നോക്കണം. അദ്ദേഹത്തിനെ കണ്ടിരുന്നു എന്നാണ് സാർ ഇവിടെ സൂചിപ്പിച്ചത്. അന്തിക്കാട് എടത്തിരി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ നവീകരണ കലശം നടത്തുന്നതിനുള്ള വിളംബരം ക്ഷേത്രസന്നിധിയിൽ വെച്ച് നടന്നു. ഗണപതി ഹോമം, ഇല്ലനിറ എന്നിവയും നടന്നു. ക്ഷേത്ര മേൽശാന്തി രാമകൃഷ്ണൻ നമ്പൂതിരി, തന്ത്രി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി പഴങ്ങാപ്പറമ്പ്, ഹരനാരായണൻ പഴങ്ങാപ്പറമ്പ്, സതീശൻ നമ്പൂതിരി പഴങ്ങാപ്പറമ്പ് എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ദേവസ്വം ഓഫീസർ KN ബാബുരാജ്, നവീകരണ കലശ കമ്മിറ്റി മുഖ്യ രക്ഷാധികാരി രാംകുമാർ കട്ടാനിൽ, ഉപദേശക സമിതി പ്രസിഡന്റ് തങ്കമണി പുറക്കോട്ട്, സെക്രട്ടറി രാമചന്ദ്രൻ വത്തിയാത്ത്, ജോയിന്റ് സെക്രട്ടറി സതീഷ് കിഴക്കോട്ടിൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. മെയ് 17-നാണ് നവീകരണ കലശം. നമുക്ക് ആഗ്രഹമുണ്ട്, ഈശ്വരൻ കൂടെ നിൽക്കണം നമ്മളെ. അതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എല്ലാവരും കൂടിയേക്കുന്നത്. മനുഷ്യ ഓരോന്നും നിശ്ചയിച്ചോട്ട് കാര്യമില്ലല്ലോ. അത് നിയോഗം, ഈശ്വര നിയോഗം കൂടി ഉണ്ടെങ്കിൽ അത് ഫലപ്രാപ്തിയിലെത്തും. നമ്മളാൽ കഴിയുന്നതൊക്കെ ഇവിടെ അതിനുവേണ്ടി ഒരു സമർപ്പണം, പ്രതീകാത്മകമായിട്ട്, ഇതുകൊണ്ട് അവസാനിക്കുന്നല്ല, പ്രതീകാത്മകമായിട്ടൊരു സമർപ്പണം ചെയ്ത് അനുഗ്രഹിക്കണം. അടുത്ത ഉത്തരായണത്തിൽ ഇടവമാസത്തിൽ നിശ്ചയിച്ച ദിവസം ഈ കലശം ഭംഗിയായിട്ട് നടത്താൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ നടക്കുമ്പോൾ കൂടെ നടക്കണം ദേവർ. അത് മനസ്സിൽ ഹരേ രാമ 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 ഹരേ ഹരേ, കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ രാമ 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 ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ 5000 രൂപയെ വർദ്ധിപ്പിക്കണമെന്ന് കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ CATU കയ്പമംഗലം കൺവെൻഷൻ ആവശ്യപ്പെട്ടു. കയ്പമംഗലം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ CO പൗലോസ് മാസ്റ്റർ മന്ദിരത്തിൽ വെച്ച് നടന്ന മേഖലാ കൺവെൻഷൻ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് KP വിനോദ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് NS സുമേഷ് അധ്യക്ഷത വഹിച്ചു. +2 പരീക്ഷയിൽ ഫുൾ A+ നേടിയ മേഖലാ സെക്രട്ടറി രവീന്ദ്രന്റെ മകൾ CR അതുല്യയെ ഏരിയ സെക്രട്ടറി സുരേഷ് മഠത്തിൽ ആദരിച്ചു. CATU സന്ദേശം മാസികയുടെ വരിസംഖ്യയും ലിസ്റ്റും ഏരിയ പ്രസിഡന്റ് KS അജയൻ ഏറ്റുവാങ്ങി. IS കാസിം, PL പോൾസൺ, CR രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി പ്രസിഡന്റ് NS സുമേഷ്, സെക്രട്ടറി CR രവീന്ദ്രൻ, ട്രഷറർ KG സുരേഷ് ബാബു, ജോയിന്റ് സെക്രട്ടറി TC പ്രതാപൻ, വൈസ് പ്രസിഡന്റ് KC രവീന്ദ്രൻ എന്നിവരെ തെരഞ്ഞെടുത്തു. BNI സ്പെക്ട്രയുടെ നേതൃത്വത്തിൽ BNI തൃശൂർ ആൻഡ് ആലപ്പുഴ റീജിയനിലെ 14 ചാപ്റ്ററുകൾ അണിനിരന്ന സ്പെക്ട്ര ബാഡ്മിന്റൺ പൂരം 2026 തൃപ്പയാർ TSGA ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു. ആവേശകരമായ ഫൈനൽ പോരാട്ടത്തിൽ BNI എലൈറ്റ് ചാപ്റ്റർ ചാമ്പ്യന്മാരായപ്പോൾ BNI ചാമ്പ്യൻസ് ചാപ്റ്റേഴ്സ് റണ്ണറപ്പ് കിരീടം നേടി. നേരത്തെ നടന്ന ചടങ്ങിൽ ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം BNI തൃശൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബെസ്റ്റിൻ ജോയ് നിർവഹിച്ചു. BNI സ്പെക്ട്ര പ്രസിഡന്റ് മുഹമ്മദ് ഹാഷിഫ്, ചാമ്പ്യൻഷിപ്പ് കമ്മിറ്റി ചെയർമാൻ ജൈജു ജയപ്രകാശ്, പ്രോഗ്രാം കമ്മിറ്റി കോർഡിനേറ്റർമാരായ അനൂപ് ചന്ദ്രൻ വേളയിൽ, റിജിൻ രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. S2R ഹോം ഇന്റീരിയേഴ്സ് ടൈറ്റിൽ സ്പോൺസറായും സ്പാസിയോ സോഫ അറ്റലിയർ കോ സ്പോൺസറായും അണിനിരന്ന ടൂർണമെന്റിൽ റീജിയനിലെ വിവിധ ചാപ്റ്ററുകളിൽ നിന്നുള്ള കളിക്കാരും കാണികളും സജീവമായി പങ്കെടുത്തു. ഇതുപോലുള്ള ഇവന്റ്സ് നടത്തുമ്പോഴും ഏരിയ തൃശ്ശൂർ ആലപ്പുഴ സ്പോർട്സിൽ സ്റ്റാൻഡേർഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വേറെ ലെവലിലേക്ക് നിങ്ങൾ കൊണ്ടുപോയത് നമുക്ക് പറയാം.
genuinely superb event, super participation. Thank you so much. വാടനപ്പള്ളി ഗണേശമംഗലം വെസ്റ്റ് ഗ്രാമ്യ സൂപ്പർ മാർക്കറ്റിന് കിഴക്കുവശം താമസിക്കുന്ന വഴിനടക്കൽ രാമന്റെ മകൻ കുട്ടപ്പൻ അന്തരിച്ചു. 82 വയസ്സായിരുന്നു. ഭാര്യ ചന്ദ്രിക, മക്കൾ സജീഷ്, ബിജേഷ്, ഷിജി, മരുമകൻ പ്രേമൻ. സംസ്കാരകർമ്മം ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക് വീട്ടുവളപ്പിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മതിലകത്ത് ജലാശയങ്ങളിൽ നീർനായ ശല്യം രൂക്ഷമായി. മത്സ്യകർഷകർ പ്രതിസന്ധിയിൽ. പഞ്ചായത്തുകൾക്ക് സംസ്ഥാന സർക്കാർ നൽകേണ്ട പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിനെ LDF പ്രതിഷേധിച്ചു. കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU കൺവെൻഷൻ കയ്പമംഗലത്ത് നടന്നു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.